സോ നമുക്ക് സർഫസ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് ഓൾറെഡി കണ്ടു. ഓക്കെ, നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്ക് സർഫസ് ഇൻ്റഗ്രൽസ് ആണ്. ആക്ച്വലി ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സിംഗിൾ ഇൻ്റഗ്രൽ ആണ്, ജസ്റ്റ് ഒറ്റ ഇൻ്റഗ്രലേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓവർ സി നമ്മൾ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എഫ് ഡി എസ്. ഓക്കെ, സോ അത് ഇൻ്റഗ്രൽ ഓവർ സി, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന അലോങ് എ കർവ് ആയിരുന്നു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു സിംഗിൾ ഇൻ്റഗ്രലേ വരൂ, അതിനെ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. എന്നാൽ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമുക്കൊരു സർഫസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആക്ച്വലി എത്ര പാരാമീറ്റേഴ്സ് വേണം? 2 പാരാമീറ്റേഴ്സ് വേണം, അഥവാ 2 വേരിയബിൾസ് വേണം. സോ 2 വേരിയബിൾസ് വേരി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് വരും? ഡബിൾ ഇൻ്റഗ്രൽ ആണ് വരുന്നത്. ഓക്കെ, സോ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നാണ് അതിൻ്റെ മീനിങ്. ഒരു സർഫസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 2 പാരാമീറ്റേഴ്സ് അഥവാ 2 വേരിയബിൾസ് വരും. സോ അതുകൊണ്ട് തന്നെ ഡബിൾ ഇൻ്റഗ്രൽ ആയിരിക്കും അവിടെ വരിക. സോ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഒരു സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട രീതി. ഡബിൾ ഇൻ്റഗ്രൽസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ നമ്മളിവിടെ ഉപയോഗിക്കും. പിന്നെ ഇവിടെ അതായത് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. വരുന്ന ഡബിൾ ഇൻ്റഗ്രൽസ് അത് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി സർഫസ് ഇൻ്റഗ്രലിന് പ്രത്യേക നൊട്ടേഷൻ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഡബിൾ ഇൻ്റഗ്രൽ സാധാരണ കണ്ട പോലെയല്ല, ഒരു നൊട്ടേഷൻ ഉണ്ട്, അതെന്തായാലും നമുക്ക് നോക്കാം. സോ സർഫസ് ഇൻ്റഗ്രൽസ്. Let sigma be a smooth parametric surface whose vector equation is, ആ സിഗ്മ എന്ന് പറയുന്ന സർഫസ് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്, ആർ ഓഫ് യു വി. സോ ആർ എന്നാണ് ഈ വെക്ടർ, ഇതൊരു വെക്ടർ വെച്ചിട്ടാണ് ഇതിന്റെ സർഫസിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ വെക്ടർ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓഫ് യു വി എന്ന് കൊടുക്കാൻ കാരണം ഒരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 വേരിയബിൾസ് വേണം. ആ 2 വേരിയബിൾസ് അഥവാ 2 പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് യു വി എന്ന് പറയുന്നതാണ്. യുവും വിയും ആണ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇതിന് ഈ സർഫസിന്റെ ഇക്വേഷൻ ഇതാണ്, ആർ ഓഫ് യു വി എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. അതായത് എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫംഗ്ഷൻ ഓഫ് യു വി. ഓക്കെ, വൈ ഓഫ് യു വി ഓൾസോ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു വി. സെഡ് ഓഫ് യു വി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് യു വി ആണ്. സോ അതുകൊണ്ടാണ് യുവും വിയും 2 വേരിയബിൾസ് കാണും ഈ വെക്ടർ ഇക്വേഷനിൽ. ഓക്കെ, where ordered per UV varies over the region capital R in the UV plane. ഓക്കെ, നമ്മൾ ഈ സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. സോ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു വി വേരീസ് ഓവർ ദ റീജിയൻ ക്യാപിറ്റൽ ആർ ഇൻ ദ യു വി പ്ലെയിൻ. ദാറ്റ് മീൻസ് എന്താണ്? ഈ സിഗ്മ എന്ന് പറയുന്ന സർഫസിനെ കവർ ചെയ്യുന്ന ഈ റീജിയൻ ആറിനെ കവർ ചെയ്യുന്നതാണ് സിഗ്മ എന്ന് പറയുന്ന സർഫസ്. ഓക്കെ, സോ ഈ റീജിയൻ ആ സിഗ്മ എന്ന് പറയുന്ന സർഫസ് കവർ ചെയ്യുന്ന ആ റീജിയൻ ആണ് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ്, ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. ഓക്കെ, ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് കണ്ടിന്യൂസ് ഓൺ സിഗ്മ. ഇനി നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, എക്സ് വൈയും സെഡും 3 കോർഡിനേറ്റും ഉള്ളൊരു ഫംഗ്ഷൻ ആണ് ഞാനിവിടെ എടുക്കുന്നത്. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക ഈ സിഗ്മ എന്ന് പറയുന്ന സർഫസിൽ. സോ അങ്ങനെ ആണെങ്കിൽ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സർഫസ് ആണ്. സോ അതുകൊണ്ടാണ് ഇത് സർഫസ് ഇൻ്റഗ്രലായി മാറുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്. സോ ഇതാണ് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. എന്താണ് അവിടെ? ഡബിൾ ഇൻ്റഗ്രൽ ആണ് വരുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ, വേർ സിഗ്മ ഒരു സർഫസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത് സർഫസ് ഇൻ്റഗ്രൽ ആവുന്നത്. അതേപോലെ തന്നെ ഫംഗ്ഷനകത്ത് എന്തുണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്നാണ് നമ്മളിവിടെ ഡി എസ് എന്ന് കൊടുക്കാൻ കാരണം സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇന്റഗ്രൽ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡി എസ് എന്ന് പറയുന്ന ലെറ്റർ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഡബിൾ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഡി എക്സ് ഡി വൈ എന്നൊക്കെ എഴുതുള്ളൂ. അല്ലെങ്കിൽ ആ കേറാൻ പറ്റുന്നില്ലേ? ഓക്കെ, നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആയോ എല്ലാരും? ഇനി ആർക്കാണ് കേറാൻ പറ്റാത്തത്? ഇപ്പൊ ജോയിൻ ആയോ? ആർക്ക് കേറാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല. ജോയിൻ ആയല്ലോ അല്ലേ? ഓക്കെ, ജോയിൻ ചെയ്യാൻ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ, കാരണം ഞാൻ ഓട്ടോ ജോയിൻ കൊടുത്തിട്ടുണ്ട്. പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റാതെ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ,
സോ ഇതാണ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്, വേറെ ഈ സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. പിന്നെ സർഫസ് ഇന്റഗ്രൽ ആണെന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഡി എസ് കൊടുക്കുന്നത്. സർഫസ് എന്നുള്ളതിന്റെ എസ് ആണ് ശരിക്കും ആ ഡി എസ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കും. സോ ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് ഈസ് ഡിഫൈൻഡ് ആസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നമ്മൾ പറഞ്ഞു ആർ എന്ന് പറയുന്ന റീജിയനെയാണ് ഈ സിഗ്മ എന്ന് പറയുന്ന സർഫസ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഈ ആർ ഓഫ് യു വിയിലെ എക്സ് ഓഫ് യു വി ഇല്ലേ, സോ അത് കൊടുക്കണം. അതായത് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതിയത്, അതാണ് എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞത്. സോ എക്സിന് പകരം എക്സിനെ യുവിന്റെയും വിയിലെയും ടേംസിൽ എഴുതിയത് കൊടുക്കുക, എക്സ് ഓഫ് യു വി. വൈക്ക് പകരം വൈ ഓഫ് യു വി, സെഡിന് പകരം സെഡ് ഓഫ് യു വി. സോ ഇത് ഇങ്ങനെ ഈ ഫംഗ്ഷൻ മാറ്റി എഴുതണം. സോ എഫ് ഓഫ് എക്സ് ഓഫ് യു വി, വൈ ഓഫ് യു വി, സെഡ് ഓഫ് യു വി ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. സോ ഇങ്ങനെ ഡി എ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അത് സർഫസ് ഇന്റഗ്രൽ അല്ല. നമുക്ക് ഡി എക്സ് ഡി എ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന ഇവിടുത്തെ വേരിയബിൾസ് എന്തൊക്കെയാണ്? യുവും വി ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയതിനകത്ത് വരുന്ന വേരിയബിൾസ്. സോ ഡി എ കൊണ്ട് സൂചിപ്പിക്കുന്ന ഡി യു ഡി വി എന്നേ ഉള്ളൂ. ഇത് സാധാരണ ഒരു ഡബിൾ ഇന്റഗ്രൽ. ഓക്കെ, സാധാരണ ഡബിൾ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സർഫസ് ഇന്റഗ്രൽ ആകുമ്പോൾ എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഓവർ എ സർഫസ് ആണ്. കൂടാതെ ഇവിടെ ഡി എസ് എന്നത് സൂചിപ്പിക്കാനായിട്ട് എഴുതും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇവിടെ ആർ ഓഫ് യു എന്ന് പറയുന്ന വെക്ടറിനകത്തെ പോലെ തന്നെ എന്താണ് എക്സിനെ യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതിയത്, വൈയെ യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതിയത്, സെഡിനെ യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇൻറ്റു ഇനി ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ എന്താണ് ഇവിടെ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇല്ല. ആർ എന്ന് പറയുന്ന വെക്ടർ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പൊ ഡോ ആർ ബൈ ഡോ യു കിട്ടും. അതേപോലെ ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിക്കാം. ആർ ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വിയും രണ്ടും വെക്ടേഴ്സ് ആയിരിക്കും. സോ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് എടുക്കാൻ അറിയാം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, അതിനുശേഷം നോം എന്നാണ് ഇത് വായിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ എന്നാണ്. സോ ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു വെക്ടറാണ്. ആ വെക്ടറിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. സോ അതെന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. സോ ഈ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. നമുക്ക് അതും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാൻ, താമസിച്ച് ജോയിൻ ചെയ്തവർക്കായി. സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ഇന്റഗ്രൽ മീൻസ് ഡബിൾ ഇന്റഗ്രൽ ആണ്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു സർഫസിലാണ്, അത്രേ ഉള്ളൂ. സോ സിഗ്മ എന്ന് പറയുന്ന ഒരു സർഫസ് ഞാൻ എടുക്കുന്നു. ആ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ഇക്വേഷൻ ആണിത്. ആർ ഓഫ് യു വി എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, യുവും വിയും. ഇനി സിഗ്മ എന്ന് പറയുന്ന സർഫസ് കവർ ചെയ്യുന്ന റീജിയൻ ക്യാപിറ്റൽ ആർ ആണ്. കൂടാതെ ഞാൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല പഠിച്ചു വെക്കണം. ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് ഓഫ് യു വി വൈ ഓഫ് യു വി സെഡ് ഓഫ് യു വി നോം ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. Compute the surface integral double integral over sigma x square plus 3y square ds over the part of the plane x plus y plus z equal to 1 in the first octant. സോ ഇവിടെ കമ്പ്യൂട്ട് ദ സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സർഫസ് ഇന്റഗ്രൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഡി എസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണത്? സർഫസ് ഇന്റഗ്രൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓവർ ദി പാർട്ട് ഓഫ് ദി പ്ലെയിൻ റീജിയൻ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനിന്റെ ഫസ്റ്റ് ഒക്ടന്റി വരുന്ന പോർഷൻ ആണ് സർഫസ് ആയിട്ട് തന്നിരിക്കുന്നത്. പാർട്ട് ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1 ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്. സോ ഈ പ്ലെയിന്റെ ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ. സോ ഇവിടെ നമുക്ക് ഈ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആർ ഒക്കെ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഈ സർഫസ് നോക്കി കഴിഞ്ഞാൽ എക്സ് വൈ 3 വേരിയബിൾസ് ഉണ്ട്. നമുക്ക് ഇതിനെ യുയിലേക്കും വിയിലേക്കും മാറ്റണം. സോ അതിന് വേണ്ടി നമ്മൾ നോർമലി കൊടുക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ എക്സ് വൈ സെഡ് 3 വേരിയബിൾസ് അല്ലേ, ഫസ്റ്റ് വേരിയബിൾ എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈക്ക് പകരം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് യുയിലേക്കും വിയിലേക്കും മാറ്റിയാലേ ഇന്റഗ്രേഷൻ പോസിബിൾ ആവും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു യു, നോർമലി നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. എക്സ് ഈക്വൽ ടു യു വൈ ഈസ് ഈക്വൽ ടു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ എടുക്കുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1. അവിടെ എക്സിന് യുവും വൈക്ക് വിയും കൊടുത്താൽ എന്താവും? യു പ്ലസ് വി പ്ലസ് സെഡ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സെഡിനെ എനിക്ക് അങ്ങനെ എഴുതാം, 1 മൈനസ് യു മൈനസ് വി. ഇപ്പൊ എക്സും വൈയും സെഡും യുവിന്റെയും വിയുടെയും ടേംസിലായില്ലേ? എക്സ് യു വൈ വി സെഡ് 1 മൈനസ് യു മൈനസ് വി. സോ എക്സും വൈയും സെഡും യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റുന്നു. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. നെക്സ്റ്റ് ആർ ഓഫ് യു വി എന്ന് പറയുന്ന വെക്ടർ എഴുതണം. ആർ ഓഫ് യു വി എന്തായിരുന്നു? എക്സ് ഓഫ് യു വി ആയി. സോ എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എക്സിനെ യുവിൽ റെപ്രസെന്റ് ചെയ്തത്. സോ എക്സിനെ യുവിൽ എഴുതിയ എങ്ങനെയാണ്? യു തന്നെയാണ്. സോ എന്ത് വരും? യു ഐ പ്ലസ് അടുത്ത് എന്തായിരുന്നു? വൈ ഓഫ് യു വി ജെ. വൈയെ യുവിന്റെയും വിയുടെ ടേംസിൽ എഴുതിയത് എങ്ങനെയാണ്? വൈ ഇസ് ഈക്വൽ ടു വി ആണ്. സോ വി ജെ പ്ലസ്
അടുത്ത സെഡ് ഓഫ് യു വി, അതായത് സെഡിനെ യുവിന്റെ വിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്ത്, സോ അത് 1 മൈനസ് യു മൈനസ് വി ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1 മൈനസ് യു മൈനസ് വി കെ. സോ ആദ്യം എക്സിനെയും വൈയും സെഡിനെയും ആ തന്നിരിക്കുന്നത് എക്സ് ഈക്വൾ ടു യു വൈ ഈക്വൾ ടു വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തന്നിരിക്കുന്ന ഇക്വേഷൻ സെഡിനെ മാറ്റി എഴുതുന്നു. സോ എക്സും വൈയും സെഡും യുവിന്റെയും വിയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കിട്ടി. ഇനി ആർ ഓഫ് യു എന്ന് പറയുന്ന വെക്ടർ അത് ഉപയോഗിച്ച് എഴുതുന്നു, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറയുന്ന ഫോമിൽ. ഓക്കെ, സോ യു ഐ പ്ലസ് വി ജെ പ്ലസ് 1 മൈനസ് യു മൈനസ് വി കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വി, നമുക്ക് ആ നോമിനകത്ത് ഇത് കണ്ടുപിടിക്കണം, നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. അതിനുവേണ്ടി ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിക്കണം. സോ ഡോ ആർ ബൈ ഡോ യു ഇതെങ്ങനെ ചെയ്യും, ആർ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. സോ ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, യുവും വിയും. ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പൊ എന്താണ്, ഇതൊരു ആ ഡെറിവേറ്റീവും ഒരു വെക്ടർ ആയിരിക്കും. ഈ ഐയും ജെയും കെ ഒക്കെ അതുപോലെ വരും. അതിന്റെ കോഎഫിഷ്യൻസിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു യു. സോ ഡോ ആർ ബൈ ഡോ യു ചെയ്യുമ്പോൾ എന്ത് വരും, ഐയുടെ കോഎഫിഷ്യന്റ് ആ യുവിനെ വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും. സോ 1 ഐ. ഇനി അടുത്തത് ജെയുടെ കോഎഫിഷ്യന്റ് ആയി വിയെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു യു. സോ വിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, 0 വരും. സോ അങ്ങ് 0 ജെ. ഇനി അടുത്ത് ഈ 1 മൈനസ് യു മൈനസ് വി എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു യു. സോ എന്ത് വരും, -1. ഓക്കെ, സോ മൈനസ് കെ എന്ന് വരും. സിമിലർലി ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിക്കുക, കോഎഫിഷ്യൻസിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വി. സോ എന്ത് വരും, ഇത് 0 ഐ പ്ലസ് 1 ജെ മൈനസ് കെ എന്ന് വരും വിത്ത് റെസ്പെക്ട് ടു വി പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അന്നേരം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സോ ഡോ ആർ ബൈ ഡോ യു ഡോ ആർ ബൈ ഡോ വി രണ്ടും കിട്ടി, രണ്ടും വെക്ടേഴ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോഎഫിഷ്യൻസിനെ മാത്രം പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു യു, അന്നേരം ഡോ ആർ ബൈ ഡോ യു കിട്ടും. കോഎഫിഷ്യൻസിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വി, അന്നേരം ഡോ ആർ ബൈ ഡോ വി കിട്ടും. ഇനി ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവാം. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ ആയിട്ട് ഐ ജെ കെ കൊടുക്കും, സെക്കൻഡ് റോ ആയിട്ട് ആദ്യത്തെ വെക്ടറിന്റെ കമ്പണൻസ് ഡോ ആർ ബൈ ഡോ യുവിന്റെ കമ്പണൻസ്, അതായത് കോഎഫിഷ്യൻസ് ഓഫ് ഐ ജെ കെ കൊടുക്കും. അതെന്താണ് 1 0 -1. സോ അതാണ് 1 0 -1 ആണ്. നെക്സ്റ്റ് ഡോ ആർ ബൈ ഡോ വി സെക്കൻഡ് വെക്ടറിന്റെ കമ്പണൻസ് കൊടുക്കണം, 0 1 -1. സോ അങ്ങനെ 0 1 -1 കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം, ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എഗെയിൻ നമുക്കൊരു വെക്ടർ ആണ് കിട്ടുന്നത്. ഇനി നോം ഓഫ് ദാറ്റ് വെക്ടർ, നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇസ് നോം ഓഫ് ഐ പ്ലസ് ജെ പ്ലസ് കെ. ഒരു വെക്ടറിന്റെ നോം കണ്ടുപിടിക്കുക, നോം എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. ലെങ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് ഈ ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. സോ റൂട്ട് ഓഫ് എന്ത് വരും, 1 സ്ക്വയർ, ഐയുടെയും ജെയുടെയും കെയുടെയും മൂന്നിന്റെ കോഎഫിഷ്യൻസ് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും, ദാറ്റ് ഈസ് √3. സോ ഇതൊരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു. സോ √3 ആയിട്ട് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമുക്കിനി നമ്മൾ എക്സിനെ നമുക്ക് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഡെഫിനിഷൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി നോം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അതേപോലെ ഈ ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എക്സിനെയും വൈനെയും സെഡിനെയും യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് നമ്മൾ ആദ്യമേ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ യു വിയും ആയിരിക്കും വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ യുവിന്റെയും വിയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. ഡി യു ഡി വി ആണ് ഇവിടുത്തെ ഈ ഡി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ യുവിന്റെയും വിയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ അതിലേക്ക് പോവാം. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സിൻസ് ദ റീജിയൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദി ഫസ്റ്റ് ഒക്ടൻ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പ്ലെയിൻ ഇൻ ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് പാർട്ട് ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ഇൻ ദ ഫസ്റ്റ് ഒക്ടൻ. ഫസ്റ്റ് ഒക്ടനിലെ ആ പ്ലെയിന്റെ പോർഷൻ ആണ്. ഓക്കെ, സോ സിൻസ് ദ റീജിയൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ ഫസ്റ്റ് ഒക്ടൻ സെഡ് ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഒക്ടൻ എടുത്തു കഴിയുമ്പോൾ അവിടെ എന്താണ്, സെഡ് എന്ന് പറയുന്നത് 0 ആണ് ഫസ്റ്റ് ഒക്ടന്റിൽ. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താവും, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്നാവും. ഓൾസോ ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റിൽ എന്താണ്, എക്സും വൈയും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടിയാൽ നമുക്ക് യുടെയും വിയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടും. കാരണം എന്താ, എക്സ് എന്ന് പറയുന്നത് യു ആണ്, വൈ എന്ന് പറയുന്നത് വി ആണ്. അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചാൽ മതി. സോ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നുള്ളത് മാറ്റി യു പ്ലസ് വി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക, എങ്ങനെ വേണേൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒക്ടന്റ് കൺസിഡർ ചെയ്താൽ എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ എക്സിന്റെയും വൈയുടെയും ലോവർ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 ആണ്. ഇനി അപ്പർ ലിമിറ്റ്, വൈയുടെ അപ്പർ ലിമിറ്റ് ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 നിന്ന് എഴുതിയാൽ വൈ ഈക്വൽ ടു എന്ത് കിട്ടും, 1 മൈനസ്. ഓക്കെ, സോ ആദ്യം എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാം. സോ എക്സ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് വൈ എന്ന് എഴുതാം.
ഓക്കെ, സോ അപ്പർ ലിമിറ്റ് ആയിട്ട് 1 മൈനസ് വൈ എടുക്കും. ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. സോ എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന് എഴുതാം. ഇനി വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും? ലോവർ ലിമിറ്റ് 0 എന്നുണ്ട്. അപ്പർ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വൈയുടെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടണമെങ്കിൽ ഇതിനകത്ത് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് നമ്മുടെ കോളേജിൽ എടുത്ത സമയത്തൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാത്തത്. വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന ഇക്വേഷൻ എക്സിന് 0 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? വൈ 1 എന്ന് കിട്ടും. സോ അതാണ് വൈയുടെ അപ്പർ ലിമിറ്റ്. സോ എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് വൈ. ഇനി എക്സിന് പകരം എന്ത് കൊടുക്കുക? ഇവിടെ നമുക്കിവിടെ കിട്ടിയതിനകത്ത് എക്സിന് പകരം ഈ റിസൾട്ടിൽ എക്സിന് പകരം യുവും വൈക്ക് പകരം വിയും കൊടുക്കുക. സോ എന്താവും ഇത്? ഈ രണ്ട് ഇനീക്വാളിറ്റീസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വി ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നായി. സോ യുവിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടി, വിയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടി. ഇനി നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ച് മാറ്റി എഴുതാണ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഇതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഡി എസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല എഴുതി കൊടുക്കുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ എഫ് ഓഫ് എക്സ് ഓഫ് യു വി വൈ ഓഫ് യു വി സെഡ് ഓഫ് യു വി ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ ഈ എക്സിനെ എന്താണ് ഈ ഫംഗ്ഷനെ ഇങ്ങനെ യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റി എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ആണ്. സോ എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക? യു കൊടുക്കണം. വൈക്ക് പകരം എന്ത് കൊടുക്കുക? വി കൊടുക്കുക. സോ ഇതെന്താവും? യു സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ എന്നാവും. സോ അതാണ് യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റി എഫ്. സോ യു സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. അത് √3 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇൻറ്റു √3 ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ യുവും വി അല്ലേ വേരിയബിൾസ്. സോ ഡി എ ഇസ് ഡി യു ഡി വി. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇന്റഗ്രൽ ഫുൾ ലിമിറ്റ് പുറത്ത് കൊടുക്കുന്നു. വി വേരീസ് ഫ്രം 0 to 1. യുവിന്റെ ലിമിറ്റ് വി എ ഡിപെൻഡന്റ് ആണ്. സോ അത് അകത്ത് കൊടുക്കുന്നു. യു വേരീസ് ഫ്രം 0 to 1 മൈനസ് വി യു സ്ക്വയർ പ്ലസ് 3v സ്ക്വയർ ഇൻറ്റു √3 ഡി യു ആദ്യം കൊടുക്കുന്നു. ആദ്യം അകത്ത് ഇന്റഗ്രൽ യു അല്ലേ. സോ ഡി യു ഡി വി. സോ √3 കോൺസ്റ്റന്റ് ആണ്. അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആദ്യം വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുന്നു. സോ എന്ത് വരും? യു ക്യൂബ് ബൈ 3 പ്ലസ് 3v സ്ക്വയർ ഇൻറ്റു യു എന്ന് വരും. സോ യു വേരീസ് ഫ്രം 0 to 1 മൈനസ് വി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് വളരെ എളുപ്പമുള്ള ലിമിറ്റ്സ് ആണ്. സോ ഞാൻ ഇതിന്റെ സ്റ്റെപ്പിലൊക്കെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പം ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നോട്ട്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സിമ്പിൾ ഇന്റഗ്രൽ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽസ് വാല്യൂവേറ്റ് ചെയ്യുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ റിസൾട്ട് നമുക്ക് 1/√3 എന്നാണ് വാല്യൂ കിട്ടുക. ഓക്കെ, ഇത് ഞാൻ ഈ ഇന്റഗ്രലിന്റെ സ്റ്റെപ്സ് ഒക്കെ പറയണോ? വേണ്ടല്ലോ അല്ലേ? PDF നോക്കിക്കോളത്തില്ലേ? ആ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So evaluate the surface integral double integral over sigma x square ds over the sphere x square plus y square plus z square is equal to 1. So ഇവിടെയും ds എന്നാണ്. സോ സർഫസ് ഇന്റഗ്രൽ ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഈ സ്പിയർ ആണ് സർഫസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഈ സ്പിയറിന്റെ സർഫസ്, അത് സർഫസ് മീൻസ് ഔട്ടർ റീജിയൻ. ഓക്കെ, സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇന്റീരിയർ ഓഫ് ദി സ്പിയർ ആയിരിക്കും. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ഓഫ് ദി സ്പിയർ ആയിരിക്കും. ഓക്കെ, സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കവർ. ഓക്കെ, ഈ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എന്താണ് നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സാധിക്കും. എക്സ് ഈസ് ഈക്വൽ ടു എന്ത്? യു, വൈ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ സെഡിനെ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ മാറ്റാം? 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് എഴുതാം. സോ സെഡിനെയും യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാം. പക്ഷെ അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്തു പോകാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ എക്സിന് യു വൈക്ക് വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പോയാൽ നിങ്ങൾക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുമ്പോൾ വളരെ പ്രയാസമാണ്. ഇവിടെ ഫസ്റ്റ് ഒക്ടന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഫുൾ സ്പിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നാവും. സോ സെഡിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ അങ്ങനെ വരും. സോ അതിൽ നിന്ന് പിന്നെ വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഓക്കെ, സെഡിന്റെ പോട്ടെ, സെഡിന് നമുക്ക് ആവശ്യമില്ല. വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെഡിന് നമ്മൾ 0 കൊടുക്കണം. ഓക്കെ, സെഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി മാറും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും? y is equal to plus or minus root of 1 minus x square എന്ന് വരും. അപ്പം നിങ്ങൾക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അതേപോലത്തെ
1 മൈനസ് എക്സ് സ്ക്വയറും മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സ്പിയർ തന്നെ എടുത്ത്. വളരെ പാടായിട്ട് വരും. സോ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് എന്തിലേക്ക് മാറ്റുക, പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്പിയർ കൊടുത്തിട്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പം അതങ്ങ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതിൻ്റെ അത്രയും പാടില്ല, വളരെ എളുപ്പം എന്നല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ട് വരില്ല. സോ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്പിയർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഈസ്, ഇത് ഞാൻ ക്ലാസ്സിൽ റെഗുലർ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു സ്പിയറിന്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് വരുന്നതാണ്. സർക്കിളിന്റെ പാരാമെട്രിക് അല്ലെങ്കിൽ ആറിലും തീറ്റയിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പക്ഷേ ഈ സ്പിയറിന്റെ പാരാമെട്രിക് ഫോം നിങ്ങളിത് കാണാതെ പഠിക്കണം, അല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. സോ അത് ഇതാണ് ഫോമുല വരുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ കോസ് തീറ്റ, y ഈസ് ഈക്വൽ ടു സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈസ് ഈക്വൽ ടു കോസ് ഫൈ. ഇത് കാണാതെ പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പിയർ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇനിയുള്ള പ്രോബ്ലത്തിലും ഇത് ആവശ്യം വരും. ഓക്കെ, സോ ഇവിടെ ഫൈയുടെ വേരിയേഷൻ, ഫൈ വേരീസ് ഫ്രം എന്താണ് 0 to π, തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഇതും അറിയണം, ഫൈയുടെയും തീറ്റയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും. ഫൈ വേരീസ് ഫ്രം 0 to π ആണ്, തീറ്റ വേരീസ് ഫ്രം 0 to 2π. സോ നമ്മൾ എക്സിനും വൈയും സെഡിനെയും എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. ഇവിടുത്തെ വേരിയബിൾസ് എന്താണ്, ഫൈയും തീറ്റയും. സോ യുവിനും വിനും പകരം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ഫൈയും തീറ്റയാണ് വേരിയബിൾസ്. സോ ഇനി നെക്സ്റ്റ് ഞാൻ ആർ ഓഫ് യു വിക്ക് പകരം ആർ ഓഫ് ഫൈ തീറ്റ എന്ന് പറയുന്ന വെക്ടർ, അത് ജനറൽ ഫോം എഴുതിയാൽ എന്ത് വരും, എക്സ് ഓഫ് ഫൈ തീറ്റ ഐ പ്ലസ് വൈ ഓഫ് ഫൈ തീറ്റ ജെ പ്ലസ് സെഡ് ഓഫ് ഫൈ തീറ്റ കെ. എക്സ് ഓഫ് ഫൈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിനെ ഫൈയുടെയും തീറ്റയുടെയും ടേംസിൽ എഴുതുക, അതെന്ത് വരും, സൈൻ ഫൈ കോസ് തീറ്റ. സോ സൈൻ ഫൈ കോസ് തീറ്റ ഐ, അതേപോലെ വൈ ഈസ് സൈൻ ഫൈ സൈൻ തീറ്റ ജെ, സെഡ് ഈസ് കോസ് ഫൈ, സോ കോസ് ഫൈ കെ. സോ അങ്ങനെ ആറിനെ ഫൈയുടെയും തീറ്റയുടെയും ടേംസിലുള്ള വേരിയബിൾസ് ഇവിടെ ഫൈയും തീറ്റ ആണെന്ന് മാത്രമേ ഉള്ളൂ, യു വി അല്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡോ ആർ ബൈ ഡോ ഫൈ, നേരത്തെ പോലെ തന്നെയാണ് പ്രൊസീജിയർ. ഡോ ആർ ബൈ ഡോ ഫൈ കണ്ടുപിടിക്കുന്നു, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ഫൈ. സോ ഇവിടെ എന്താണ് കോസ് തീറ്റ, സോ കോസ് തീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ വരും. സോ കോസ് ഫൈ കോസ് തീറ്റ ആയി. നെക്സ്റ്റ് സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ, സോ കോസ് ഫൈ സൈൻ തീറ്റ ജെ. നെക്സ്റ്റ് കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ ഫൈ, സോ മൈനസ് സൈൻ ഫൈ കെ. ഇനി ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കുന്നു. ഡോ ബൈ ഡോ തീറ്റ എടുക്കുമ്പോൾ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, മൈനസ് സൈൻ തീറ്റ. സോ ഇതെന്താവും, മൈനസ് സൈൻ ഫൈ സൈൻ തീറ്റ ആയി. നെക്സ്റ്റ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ വരും. സോ സൈൻ ഫൈ കോസ് തീറ്റ ജെ. നെക്സ്റ്റ് കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഫൈ കോൺസ്റ്റന്റ് ആണ്, സോ ഡെറിവേറ്റീവ് 0 പ്ലസ് 0 കെ എന്ന് വരും. സോ ഈ രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഇനി അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ ഫസ്റ്റ് റോ ആയിട്ട് ഐ ജെ കെ കൊടുക്കുന്നു, സെക്കൻഡ് റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ തീറ്റയുടെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു, തേർഡ് റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ തീറ്റയുടെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയാം, ഇത് വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. എവിടെയും മിസ്റ്റേക്ക് വരുത്തരുത്, കാരണം സൈനും കോസും ഒക്കെ തന്നെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഫൈയും തീറ്റയും ഒന്നും തിരിഞ്ഞൊന്നും പോകരുത്. സോ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ, മിസ്റ്റേക്സ് വരുത്താൻ ഒരുപാട് സാധ്യതകളുണ്ട്. സോ ഐ ഇൻറ്റു നമ്മൾ മൈനസ് ജെ ഇൻറ്റു നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇതാണ്. സോ അത് സ്റ്റെപ്സ് നിങ്ങൾ നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ്. ഇനി അതൊന്നും പറഞ്ഞിരുന്ന സമയങ്ങളുണ്ട് ആവശ്യമില്ല. സോ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് കോസ് ഫൈ സൈൻ തീറ്റ കെ. സോ നമുക്ക് ആ വെക്ടർ കിട്ടി, ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ. ഇനി അതിന്റെ നോം കണ്ടുപിടിക്കണം, ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റയുടെ നോം, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഫസ്റ്റ് കോഎഫിഷ്യന്റ് എന്താണ്, സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ, അതിന്റെ സ്ക്വയർ എന്ത് വരും, സൈൻ റേസ് ടു 4 ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇതിന്റെ സ്ക്വയർ ജെയുടെ കോഎഫിഷ്യന്റ്, സോ അതെന്ത് വരും, സൈൻ റേസ് ടു 4 ഫൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. സോ ഫസ്റ്റ് രണ്ട് ടേംസിൽ സൈൻ റേസ് ടു 4 ഫൈ ഉണ്ട്, അത് കോൺസ്റ്റന്റ് എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും, അത് 1 ആവും. സോ സൈൻ റേസ് ടു 4 ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. ഈ രണ്ട് ടേമിൽ സൈൻ സ്ക്വയർ ഫൈ കോമൺ എടുക്കാം. സോ സൈൻ സ്ക്വയർ ഫൈ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ എന്ന് വരും. എഗെയിൻ ദാറ്റ് 1 ആണ്. സോ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും, ദാറ്റ് ഈസ് സൈൻ ഫൈ. ഓക്കെ, നമുക്ക് സൈൻ ഫൈ എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ നമ്മൾ എടുക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് ഇപ്പൊ എന്താണ്, നമ്മൾ ഈ ലെങ്ത് ഇവാലുവേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എക്സിനെ ഫൈയുടെയും തീറ്റയുടെയും ടേംസിലാക്കിയിട്ടുണ്ട്, വൈയും ഇസഡിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്, ഫൈയും തീറ്റയും അല്ലേ വേണ്ടേ, അത് നമ്മൾ ഓൾറെഡി പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ 0 to π ആണ്, തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ 0 to 2π ആണ്. സോ നമുക്ക് വേണ്ടുന്ന എല്ലാം കിട്ടി. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ ഡി എക്സ് ഫോമുല അപ്ലൈ ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്താണ്, ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഒന്നും കൊടുത്തിട്ടില്ല. സോ എക്സിന് പകരം എന്താണ്, ഫൈയിലും തീറ്റയിലും ഉള്ളത് കൊടുക്കണം.
സോ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈ കോസ് തീറ്റ എന്നായിരുന്നു നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ. സോ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ എന്നാവും ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഡി എ. ഓക്കെ, ഇനി ഡി എന്നുള്ളത് എന്താവും? ഫൈൻ തീറ്റ ഇല്ലേ, ഡി ഫൈ ഡി തീറ്റ എന്നാവും. സോ ഞാൻ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ തന്നെ കൊടുക്കുവാണ്. തീറ്റ വേരീസ് ഫ്രം 0 to 2π, ഫൈ വേരീസ് ഫ്രം 0 to π. ഇത് എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ, ആദ്യം ഏത് വേണേൽ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ ഫൈ. ഇനി ഈ നോമിന്റെ വാല്യൂ സൈൻ ഫൈ ആയിരുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോമിന്റെ വാല്യൂ എന്താണ്? സൈൻ ഫൈ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈൻ ഫൈ ഡി എക്ക് പകരം ഡി ഫൈ ഡി തീറ്റ. ഇനി ഇവിടെ നോക്കിയാൽ ഇതെന്താവും? സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു സൈൻ ഫൈ ആവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ ക്യൂബ് ഫൈ ആവും ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇനി സൈൻ ക്യൂബ് ഫൈ എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഫൈ വേരീസ് ഫ്രം 0 to π ആണ്. സോ ഇവിടെ റിഡക്ഷൻ ഫോമിലൊന്നും പറ്റില്ല. റിഡക്ഷൻ ഫോമിൽ വെച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു? π/2 വരണം. 0 to π/2 ആയിരുന്നു ആംഗിൾ. സോ ഈ സൈൻ ക്യൂബ് ഫൈയെ മാറ്റി എഴുതണം. അതാണ് ഞാൻ സൈഡിൽ ചെയ്തിരിക്കുന്നത്. സൈൻ 3φ ഫോമുല നമുക്കറിയാം. ഇതൊരു ട്രിഗ്നോമെട്രിക് റിസൾട്ട് ആണ്, അറിയാൻ വയ്യാത്തൊരു പഠിച്ചു വെക്കണം. സൈൻ 3φ ഈസ് ഈക്വൽ ടു 3 സൈൻ ഫൈ മൈനസ് 4 സൈൻ ക്യൂബ് ഫൈ ആണ്. ഇതിൽ നിന്ന് ഈ 4 സൈൻ ക്യൂബ് ഫൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സൈൻ 3φ റൈറ്റിലേക്കും പോയാൽ എന്താവും? 4 sin cube phi is 3 sin phi minus sin 3 phi. അതിൽ നിന്ന് sin cube phi എഴുതിയാൽ 1/4 times 3 sin phi minus sin 3 phi. So sin cube phi ക്ക് വരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/4 3 sin phi minus sin 3 phi d phi. സോ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വന്ന ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. സോ കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഔട്ട് സൈഡ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഫൈയും തീറ്റയും കൺഫ്യൂഷൻ ആണ്. സോ കോസ് സ്ക്വയർ തീറ്റ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ലെവൽ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു 1/4 ഇൻറ്റു ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കറിയാം. 3 ഇൻറ്റു സൈൻ ഫൈഡ് ഇൻറ്റഗ്രൽ മൈനസ് കോസ് ഫൈ മൈനസ് സൈൻ 3φ ഇൻറ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് 3φ/3. അതാണ് ഇത് പ്ലസ് ആയത്. സോ 5 വേരീസ് ഫ്രം 0 to π. ഇനി ഇതിനകത്തൊക്കെ നമ്മൾ ഫൈക്ക് പൈ കൊടുക്കാൻ നേരത്ത് കോസ് പൈ കോസ് 3π എന്നൊക്കെ വരും. സോ അത് വാല്യൂറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ റിസൾട്ട് എഴുതിയിരിക്കുന്നത്. കോസ് nπ എന്ന് പറയുന്നത് -1/n ആണ്. സൈൻ nπ എന്ന് പറയുന്നത് n ഏത് വാല്യൂ എടുത്താലും 0 ആണ്. ഓക്കെ, സോ ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ കോസ് പൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണ്? -1/1 വരും. സോ അത് -1 എന്ന് വരും. കോസ് 3π എന്ത് വരും? -1 the whole cube. സോ അത് -1 എന്ന് വരും. അങ്ങനെയാണ് അത് വാല്യൂറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് ഈ കോസ് തീറ്റ വെച്ച് നമ്മൾ ഈ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട. അപ്പൊ ഈ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കോസ് സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എപ്പോഴും കൊടുക്കുക? 1 + cos 2θ/2. സോ അങ്ങനെ ഈ കോസ് സ്ക്വയർ തീറ്റ 1 + cos 2θ/2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. സോ 4π/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഡയറക്റ്റ് സർഫസ് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇനി സർഫസ് ഇന്റഗ്രൽസ് ഓവർ, ഇനി ഈ രീതിയിൽ സർഫസ് തരുവാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത സെക്ഷൻ ആണ് ഈ പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് സർഫസ് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് യുയിലേക്കും വിയിലേക്കും ആക്കി ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? അവിടെ ഒരു സ്പിയർ ആയിരുന്നു വന്നത്. സോ പാരാമെട്രിക് ഇക്വേഷൻ കൊടുത്തിട്ട് നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഇതേപോലെ ഒരു പർട്ടിക്കുലർ ഫോമിൽ വരുന്ന സർഫസുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പ്രത്യേക ഫോമുലയുണ്ട്. സോ അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സർഫസ് ഇന്റഗ്രൽസ് ഓവർ z is equal to g of xy, y is equal to g of xz and x is equal to g of yz. ഇത് മൂന്ന് കേസാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സർഫസ് ഇന്റഗ്രൽസ് ഓവർ z equal to g of xy എന്ന് പറയുന്നു. സോ let sigma be the surface with equation z is equal to g of xy. Okay. സോ ഞാൻ സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് z ഈക്വൽ ടു സെഡിനെ g of xy, എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻസ് ആയിട്ട് എഴുതിയ ഫോമിലാണ് നിങ്ങൾക്ക് സർഫസിന്റെ ഇക്വേഷൻ തരുന്നത് വിചാരിക്കാം. ഓക്കെ, ലെറ്റ് r be its projection on the xy plane. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ അതിന്റെ xy പ്ലെയിനിലെ പ്രൊജക്ഷൻ. ഓക്കെ, if g has continuous first order partial derivatives, if g has continuous first partial derivatives means first order partial derivatives, g ക്ക് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് നേരത്തെ പോലെ തന്നെ സർഫസ് ഇന്റഗ്രൽ പറയുന്ന പോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ സിഗ്മ ആയിരിക്കണം. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. സിഗ്മ എന്ന് പറയുന്ന സർഫസ് സെഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷന് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുന്നു എഫ് ഓഫ് എക്സ് വൈ സെഡ്. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്മ എന്ന് പറയുന്ന സർഫസ് ഇവിടെ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, ആ സർഫസിൽ നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്. ഇത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ കണ്ട സർഫസ് ഇന്റഗ്രൽ. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോമുലയാണ്. സെഡ് എന്ന് പറയുന്നത് ഇവിടെ ജി ഓഫ് എക്സ് വൈ ആകുന്നു, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം നേരത്തെ നിന്ന്. സോ അങ്ങനെയാണെങ്കിൽ ആ ഫോമുല ഇങ്ങനെ ആകും. യുയിലേക്കും വിയിലേക്കും ഒന്നും മാറ്റുന്നില്ല. നമ്മൾ എക്സിലേക്കും നമ്മൾ നേരത്തെ കണ്ട ഫോമുലയിൽ ഓരോന്നിനെയും എക്സിനെയും വൈയും സെഡിനെയും യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റി.
ഇവിടെ അങ്ങനൊന്നും ചെയ്യുന്നില്ല. സെഡിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രലിനെ എക്സിന്റെയും വൈയുടെയും ടേംസിലേക്ക് മാത്രം മാറ്റുകയാണ്. സോ ഈ എക്സും വൈയും, സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സും വൈയും അതുപോലെ തന്നെ എഴുതും. എക്സ് വൈ, സെഡിന് പകരം എന്ത് കൊടുക്കുന്നു, ഈ ജി ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതിപ്പോ എന്താ, ഈ ഫംഗ്ഷൻ എക്സിലും വൈയിലും മാത്രമുള്ള ഫംഗ്ഷനായി. ഇൻറ്റു അവിടെ നമ്മൾ നേരത്തെ കണ്ട സർഫസ് ഇന്റഗ്രലിൽ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇവിടെ അതിന് പകരം കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഇതാണ്, റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഡി എ. സോ ഈ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി എക്സ് ഡി വൈ വരും, കാരണം എക്സും വൈ ആണ് വേരിയബിൾസ്. സോ ഇതിനു വേണ്ടിയാണ് ജിക്ക് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസഡിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം ഇസഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണല്ലോ. ഇസഡിനെ ഡെറിവേറ്റീവ് എടുക്കുന്നു മീൻസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ലേ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ജിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയും. സോ നമുക്ക് ഇസഡ് അറിയാം. സോ അതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടും, ഡോ ഇസഡ് ബൈ ഡോ വൈ കിട്ടും. ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ ഫോമുല എങ്ങനെ വരുമെന്ന്. സെഡ് ജി ഓഫ് എക്സ് വൈ എന്ന് വന്നാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, എക്സും വൈ അതുപോലെ തന്നെ സെഡിന് പകരം ജി ഓഫ് എക്സ് വൈ കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും, റൂട്ട് ഓഫ്, റൂട്ടിനകത്ത് വരുന്നത് എന്തൊക്കെയാന്ന് നോക്കാൻ, സെഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ അല്ലേ. സോ സെഡിനെയാണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും. സോ റൂട്ടിനകത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നും കൂടി വരും, ഡി എ. ഈ റൂട്ടിനകത്ത് തന്നെ ഉണ്ടോ ഈ വണ്ണും. സോ ഇതിന്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഫോമുലയിലേക്ക് എത്തിയതെന്ന്. സോ പ്രൂഫ് നോക്കാം. ഇവിടെ നമുക്ക് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നാണ് തന്നെ. സോ നമ്മൾ ആദ്യത്തെ രീതിയിൽ തന്നെ ചെയ്താൽ നമുക്ക് ഇതിനെ എങ്ങനെ ഇടാം, എക്സ് ഈക്വൽ ടു യു, വൈ ഈക്വൽ ടു വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ സെഡ് എന്തായി മാറും, ജി ഓഫ് എക്സിന് പകരം യു, വൈക്ക് പകരം വി. സോ ജി ഓഫ് യു വി എന്നാവും. ഇനി ആർ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ എടുത്ത് എങ്ങനെയായിരുന്നു, എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. എക്സ് ഇവിടെ എന്താണ്, യു ഐ. സോ യു ഐ പ്ലസ് y of u is v. So vj plus z ന് പകരം എന്താണ്, z of u v എന്ന് പറയുന്നത് g of u v. So g of u v k. ഇനി ഡോ ആർ ബൈ ഡോ യു എടുക്കുന്നു. അതായത് നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഫോമുല, അത് ഉപയോഗിച്ചാണ് ഈ ഫോമുല ഡിറൈവ് ചെയ്യുന്നത്. അതിന്റെ പ്രൂഫാണ് ഈ പറയുന്നത്. സോ ഡോ ആർ ബൈ ഡോ യു എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും, ഐ പ്ലസ് 0j പ്ലസ് ഡോ ജി ബൈ, ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു, ഡോ ജി ബൈ ഡോ യു കെ എന്നാവും. സിമിലർലി ഡോ ആർ ബൈ ഡോ വി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 0i പ്ലസ് 1j പ്ലസ് ഡോ ജി ബൈ ഡോ വി കെ എന്ന് വരും. 0i പ്ലസ് 1j പ്ലസ് ഡോ ജി ബൈ ഡോ വി കെ. ഇനി ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. സോ കമ്പണൻസ് ഐ ജെ കെ കൊടുക്കുന്നു, കമ്പണൻസ് എഴുതി കൊടുക്കുന്നു. ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, മൈനസ് ഡോ ജി ബൈ ഡോ യു ഐ മൈനസ് ഡോ ജി ബൈ ഡോ വി ജെ പ്ലസ് കെ, ഒരു വെക്ടർ കിട്ടി. ഇനി അതിന്റെ നോം എടുക്കുന്നു. നോം എടുത്താൽ എന്ത് വരും, റൂട്ട് ഓഫ് മൈനസ് ഡോ ജി ബൈ ഡോ യു ദ ഹോൾ സ്ക്വയർ. അത് എന്ത് വരും, മൈനസ് പോവില്ല, സ്ക്വയർ എടുക്കുന്നു. സോ ഡോ ജി ബൈ ഡോ യു ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് മൈനസ് ഡോ ജി ബൈ ഡോ വി സ്ക്വയർ, മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആവും. സോ ഡോ ജി ബൈ ഡോ വി സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1 സ്ക്വയർ. സോ അത് 1 വരും. സോ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയായിരുന്നു, യു ഈക്വൽ ടു എക്സ്, വി ഈക്വൽ ടു വൈ ആയിരുന്നല്ലോ. സോ ഞാൻ ഇനി തിരിച്ച് മാറ്റി കൊടുക്കുകയാണ്. യുവിന് പകരം എക്സ്, വിക്ക് പകരം വൈയും കൊടുക്കുന്നു. തിരിച്ച് എക്സിലേക്കും വൈയിലേക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. സോ യു എക്സ് എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, വിക്ക് വൈ എന്നും. അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, യുവിന് പകരം എക്സ്, വിക്ക് വൈ എന്നും കൊടുത്ത ഇതെന്താവും, നോം ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വൈ എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇനി ജി എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് അല്ലേ. സെഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് യു വി അഥവാ ജി ഓഫ് എക്സ് വൈ എന്നല്ലേ. സോ സെഡ് എന്ന് പറഞ്ഞാൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ. ജിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, സെഡ് കൊടുക്കാം. സോ ഡോ ജി എന്നുള്ളത് എന്താവും, ഡോ സെഡ് ബൈ ഡോ യു, യുവിന് പകരം എക്സ് ആ കൊടുക്കുന്നത്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് എന്താവും, ഡോ ഇസഡ് ബൈ ഡോ വി എന്നുള്ളത് വൈ. സോ ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാവും. സോ ഞാൻ ജസ്റ്റ് ഇതിനെ എക്സിലേക്കും വൈയിലേക്കും സെഡിലേക്കും തന്നെ വീണ്ടും മാറ്റിയതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫോമുല നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇന്റഗ്രൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. സോ ഞാനിവിടെ എക്സ് വൈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ തന്നെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ, ഇതിനെ എനിക്ക് അങ്ങനെ മാറ്റി എഴുതാം, എക്സ് വൈ സെഡിന് പകരം എന്ത് കൊടുക്കുന്നു, നമുക്ക് തന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ജി ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് കൊടുക്കുന്നു. സോ ഇപ്പൊ എന്തായി, ഈ ഫംഗ്ഷൻ എന്തായി, എക്സിലേക്കും വൈയിലേക്കും മാത്രമായി. സോ അങ്ങനാണെങ്കിൽ നമുക്ക് ആദ്യം പഠിച്ച ഫോമുലയ്ക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ ഈ ഫംഗ്ഷൻ മാറ്റി, നമുക്കിവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഫോമിലായിരുന്നു തന്നെ, അതിനെ മാറ്റി നമ്മൾ ഒരു യുയിലേക്കും ബിയിലേക്ക് രണ്ട് വേരിയബിൾസിലേക്ക് മാത്രം മാറ്റുന്ന ഫംഗ്ഷൻ ആക്കണം. ഇവിടെ ഓൾറെഡി നമ്മൾ ഈ സെഡിന് ജി ഓഫ് എക്സ് എടുത്തപ്പോൾ രണ്ട് വേരിയബിൾസിൽ മാത്രമുള്ള ഫംഗ്ഷനാണ്. സോ അതുകൊണ്ട് ഇനി അതിനെ പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. സോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ തന്നെ ഇവിടെ എഴുതുന്നു.
ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ ഇൻറ്റു എന്ത് വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നോം ഓഫ് ആദ്യത്തെ ഫോമിലാണ് ഈ എഴുതുന്നത്. സോ നോം ഓഫ് ഡോ ആർ ബൈ വേരിയബിൾസ് യുവും വി അല്ല എക്സും വൈ ആണ് ഇവിടെ. സോ നോം ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വൈ ഡി എന്നാവും. ഓക്കെ, ഇനി നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോം ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വൈ അത് റൂട്ട് ഓഫ് എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1. സോ അതിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. സോ ഇത് ഈ ക്വാണ്ടിറ്റി ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് അങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഇത്. സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, കാരണം ഇനി ബാക്കി രണ്ടെണ്ണം ഇതേ മോഡലുണ്ട്, അതിന്റെ പ്രൂഫ് ഇല്ല. ഇന്റഗ്രൽ എങ്ങനെ എഴുതും എന്ന് അറിഞ്ഞാൽ മതി, കാരണം ഈ മൂന്ന് രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വരും. സോ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വന്നാൽ ഈ ഇന്റഗ്രലിനെ മാറ്റി എനിക്ക് അങ്ങനെ എഴുതാം. സെഡിന് പകരം ഇവിടെ ജി ഓഫ് എക്സ് വൈ കൊടുക്കുന്നു. ഇനി സെഡ് എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ അല്ലേ, സോ ഇൻറ്റു റൂട്ട് ഓഫ് വരുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ്, ഇപ്പൊ സെഡിനെ എക്സിന്റെയും വൈയുടെയും ടേംസിൽ എഴുതിയ കേസാണ് പറഞ്ഞത്. അടുത്ത വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് വരുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് രണ്ടാമത്തെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമിലർലി വി ഹാവ് ദ അതർ റിസൾട്ട്. ലെറ്റ് സിഗ്മ ബി ദ സർഫസ് വിത്ത് ഇക്വേഷൻ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ്. വൈയെ നമ്മൾ എക്സിന്റെയും ഇസഡിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. സോ വൈ എക്സും വൈ സെഡും മൂന്ന് വേരിയബിൾസ് ആണുള്ളത്. ഇനി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ എന്താണ്? ജി ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ഇസഡ് ആണ്. ഓക്കെ, let capital R is projection on the xz plane. G has continuous first order partial derivatives on R. F of xyz is continuous on sigma. Then double integral over sigma f of xyz ds. അതിനെ മാറ്റി എനിക്ക് അങ്ങനെ എഴുതാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, വൈക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. എന്താണ്? ജി ഓഫ് എക്സ് സെഡ് അത് കൊടുക്കുന്നു. ജി ഓഫ് എക്സ് സെഡ്, സെഡ് എന്ന് പറയുന്ന വേരിയബിൾ അതുപോലെ തന്നെ എഴുതി സെഡ്. സോ ഇതിപ്പോ എന്തിന്റെയൊക്കെ ടേംസിലേക്കായി? ഇതിനകത്ത് വേരിയബിൾസ് നോക്കിയാൽ എക്സും ഇസഡും മാത്രമാണ്. സോ ഇൻറ്റു റൂട്ട് ഓഫ് കൊടുക്കുമ്പോൾ ഏതാണ്? വൈ എന്ന് പറയുന്നതിനെ നമ്മൾ എക്സിന്റെ ഇസഡിന്റെ ടേംസിൽ എഴുതിയത്. സോ വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസഡ് നമുക്ക് എഴുതാം. സോ അത് യൂസ് ചെയ്താൽ റൂട്ടിനകത്ത് എഴുതണ്ടേ. എന്ത് വരും? ഡോ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഡി എക്സ് ഡി ഇസഡ് ആണ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരെണ്ണം എഴുതാൻ അറിയാമെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഇവിടെ ഏതിന്റെ ഫംഗ്ഷൻ ആണ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഫോമിലെ കാണാതെ പിടിച്ചു നോക്കേണ്ട ഓരോ കേസിലും ആലോചിച്ച് എഴുതാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ കേസ്, നമ്മൾ ആദ്യം സെഡിനെ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടേ ജി ഓഫ് എന്ന് പറഞ്ഞു, വൈയെ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടു. ഇനി എക്സിനെ മറ്റ് രണ്ട് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിട്ട് ലെറ്റ് സിഗ്മ ബി എ സർഫസ് വിത്ത് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇസഡ്. ലെറ്റ് ആർ ബി ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദ വൈ ഇസഡ് പ്ലെയിനിലേക്ക് ആവും. സോ ഇഫ് ജി ഹാസ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓൺ ആർ ആൻഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് കണ്ടിന്യൂസ് ഓൺ സിഗ്മ, ദെൻ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് സെഡ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. എക്സിനെയാണ് നമ്മൾ ജി ഓഫ് വൈ സെഡ് എന്ന് എഴുതിയത്. സോ എക്സിന് പകരം അത് കൊടുക്കുന്നു, ജി ഓഫ് വൈ സെഡ്. വൈയും സെഡും അതുപോലെ തന്നെ എഴുതുന്നു. ഇൻറ്റു റൂട്ട് ഓഫ്, സോ എക്സിനെ അല്ലേ ഫംഗ്ഷൻ ഓഫ് വൈയും സെഡും. സോ ഇവിടെ എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി എന്ന് വരും. ഓക്കെ, സോ നമുക്കിനി ഈ റിസൾട്ട്സ് ഉപയോഗിച്ചിട്ട് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് നോക്കാം. First question, compute the surface integral double integral over sigma x square plus 3y square dx over the part of the plane x plus y plus z equal to 1 in the first octant. അതായത് നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിപ്പോൾ ഈ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ അവിടെ ഇതിന് എക്സ് ഈക്വൽ ടു യു എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്തത് ഇങ്ങനെയായിരുന്നു. എക്സ് ഈക്വൽ ടു യു, വൈ ഈക്വൽ ടു വി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ സെഡ് 1 മൈനസ് എക്സ് മൈനസ് വൈ 1 മൈനസ് യു മൈനസ് വി ആയി. എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് അത് തന്നെയാണ് യുടെയും വിയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അങ്ങനെയാണ് നമ്മളിത് ചെയ്തത്. എന്നാൽ ഇവിടെ ഞാൻ യുയിലേക്കും വിയിലേക്കും ഒന്നും മാറ്റുന്നില്ല. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിന് ഏത് രീതി വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ എക്സ് ഈക്വൽ ടു എനിക്ക് 1 മൈനസ് സെഡ് മൈനസ് 1 മൈനസ് വൈ മൈനസ് സെഡ് എന്ന് എഴുതിയ എക്സ് ഈക്വൽ ടു എന്തായി? ഫംഗ്ഷൻ ഓഫ് വൈയും സെഡും ആയി. അങ്ങനെ ഇനി വൈ ഈക്വൽ ടു ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 നിന്നാണ് ഞാൻ പറയുന്നത്. y equal to 1 minus x minus z എന്ന് എഴുതിയാൽ y is a function of x z എന്നായി. ഏത് രീതി നമ്മളിപ്പം കണ്ട ഫോർമുലയിൽ ഏത് രീതി വേണമെങ്കിലും എടുത്ത് നമുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് x plus y plus z is equal to 1. z equal to 1 minus x minus y എന്നാണ് ഞാൻ എടുക്കുന്നത്. So z is a function of g of xy. So z is equal to, എനിക്ക് അങ്ങനെ എഴുതാം, z നെ ഫംഗ്ഷൻ ഓഫ് x and y ആയിട്ട് കൊടുത്തില്ലേ. ഇത് ഏത് വേരിയബിളിനെ വേണേൽ നിങ്ങൾക്ക് കൊടുത്ത് കറസ്പോണ്ടിങ് ഫോർമുല എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ z is equal to എങ്ങനെ എഴുതി? 1 minus x minus y എന്ന് എഴുതി. സോ എനിക്ക് എന്ത് കൊടുക്കാം? ഈ ഫംഗ്ഷനെ g of xy എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് z is equal to g of xy, where g of xy എങ്ങനെ എഴുതാം? 1 minus x minus y എന്ന് എഴുതാം. ഓക്കെ,
സോ ഇനി ആ ഫോമുല അപ്ലൈ ആണെങ്കിൽ സെഡിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് എഴുതുമ്പോൾ എനിക്ക് എന്തൊക്കെ വേണം ആ ഫോമിലേക്ക്? അത് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് -1 വരും. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് വരും? -1 വരും. ഓക്കെ. ഇനി ഫൈൻഡിങ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ ഇനി എന്ത് വേണം? ഇത് എക്സിലേക്കും വൈയിലേക്കും ആകത്തില്ലേ ഇന്റഗ്രൽ? അതായത് സെഡിനല്ലേ, സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈ എന്ന് കൊടുത്താൽ ഇന്റഗ്രലിനകത്ത് പിന്നെ എന്താണ്? എക്സും വൈയും മാത്രമേ ഉള്ളൂ. സോ എക്സിന്റെയും വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. സോ ഫൈൻഡിങ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, പുട്ട് സെഡ് ഈക്വൽ ടു 0. സെഡിന് 0 കൊടുക്കുന്നു, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. സോ ഇക്വേഷൻ എന്താവും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാവും. ഇതിൽ നിന്ന് വൈ ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി സിൻസ് വി ഹാവ് ടു കൺസിഡർ ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഒക്ടന്റ് ആണ്. സോ ഫസ്റ്റ് ഒക്ടന്റിലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. y ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് കിട്ടി. സോ ഇത് അപ്പർ ലിമിറ്റ് ആയിട്ട് എടുക്കാം. സോ വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ്. എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. പുട്ട് y ഈക്വൽ ടു 0. എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് y എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 y ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? x ഈക്വൽ ടു 1 ആണ്. സോ അപ്പർ ലിമിറ്റ് 1 വരും. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിന്റെയും വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടി. സോ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 3y² ആണ്. ഇതല്ലേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് 3y² ഡി എക്സ് എന്നുള്ളത് എന്താവും? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് 3y² ഇൻറ്റു, അതായത് ബേസിക് റിസൾട്ടിൽ എന്താണ് പറയുന്നത് നോക്കുക, സെഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആവുമ്പോൾ, ഫസ്റ്റ് കേസ് ആണ് ഇത്, സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വരുന്ന കേസ്. ഇവിടെ നോക്കിയാൽ എന്താണ്? ഈ ഫംഗ്ഷനെ എക്സിന് പകരം എക്സ്, വൈക്ക് പകരം വൈ, സെഡ് ഉണ്ടെങ്കിൽ അതിന് നമ്മളിപ്പം എഴുതിയ ജി ഓഫ് എക്സ് വൈ അവിടെ 1 മൈനസ് എക്സ് മൈനസ് വൈ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. സോ ഈ ഫോമിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. സോ ഇത് കൊടുക്കാൻ നേരത്ത് എന്ത് വരും? എക്സിന് പകരം എന്ത് തന്നെയാണ്? എക്സ്, വൈക്ക് പകരം വൈ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ സെഡ് ഒന്നും വന്നിട്ടില്ല. സോ നമുക്ക് 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാനില്ല. ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതിയാൽ മതി, എക്സ് സ്ക്വയർ പ്ലസ് 3y². സോ ഡി എസ് മാറ്റി എന്ത് കൊടുക്കണം? റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് വരും. ഡി എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡി എക്സ് ഡി വൈ ആണ്. ഓക്കെ. സോ എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ 0 to 1 കൊടുക്കുന്നു. y വേരീസ് ഫ്രം 0 to 1 മൈനസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 3y² ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, -1 ആവാണ്. സോ -1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് 1 ഡി വൈ ഡി എക്സ്. സോ അത് √3 എന്ന് വരും. സോ √3 ഔട്ട് സൈഡ് എടുക്കുന്നു. ഈ ഫംഗ്ഷനെ വളരെ എളുപ്പമുള്ള ഫംഗ്ഷൻ ആണ്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇന്റഗ്രേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. ഇനി അതിനകത്തൊന്നും ഞാൻ പറയാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ കിട്ടും, 1/√3. ഇനി അടുത്ത ഈ മോഡലിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ y² z² ds where sigma is the part of the cone z is equal to root of x² plus y² that lies between the planes z equal to 1 and z equal to 2. ഓക്കെ. സോ നമുക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട സർഫസ് ഇന്റഗ്രൽ ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ y² z² ds where sigma is the part of the cone. ഏത് കോണാണ്? z equal to root of x² plus y² that lies between the planes z equal to 1 and z equal to 2. ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആ സർഫസ് സിഗ്മ ഇസ് ദ പാർട്ട് ഓഫ് ദി കോൺ ഏതാണ്? z equal to root of x² plus y². സോ സിഗ്മ എന്ന് പറയുന്ന സർഫസ് എന്താണ്? z equal to സം ഫംഗ്ഷൻ ഓഫ് x ആൻഡ് y ആയിട്ടല്ലേ തന്നിരിക്കുന്നത്, root of x² plus y². സോ ഞാൻ ആ രീതിയിൽ തന്നെ എടുക്കുകയാണ്. സോ z equal to root of x² plus y² ആണ്. സോ എന്താണ്? z equal to g of xy, where g of xy എന്ന് പറയുന്ന ഏത് ഫംഗ്ഷൻ ആണ് ഇവിടെ? root of x² plus y². സോ z equal to ഫംഗ്ഷൻ ഓഫ് xy എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും വേണം. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യാണ്. സോ ഡോ ഇസഡ് റൂട്ട് ഓഫ് x² plus y² ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് സംതിങ്ങിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്. സോ 1/2 റൂട്ട് x² plus y² ഇൻറ്റു x² plus y²ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് വരും 2x. സോ 2 and 2 get cancelled, x by root of x² plus y² ആണ്. Similarly, ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1/2 റൂട്ട് x² plus y² ഇൻറ്റു 2y, അത് y by root of x² plus y² എന്ന് കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ z equal to g of xy. സോ നമ്മൾ എന്താണ്? എക്സിലേക്കും വൈയിലേക്കും ആയിരിക്കും ഇന്റഗ്രൽ മാറ്റുന്നത്. സോ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? z equal to root of x² plus y² between the planes z equal to 1 and z equal to 2. So given z equal to 1 and z equal to 2, നമുക്ക് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് വേണ്ടത്. ഓക്കെ. സോ R is the region enclosed between, എനിക്ക് എന്ത് പറയാം? Z എന്ന് പറയുന്ന root of x² plus y² ആണ് തന്നിട്ടുണ്ട്.
സോ ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ് ബിറ്റ്വീൻ സെഡിന് പകരം ഞാനിവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുക്കുന്നു. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആൻഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ. ഞാൻ സ്ക്വയർ ചെയ്യാണ്, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി, അതിനെ സ്ക്വയർ ചെയ്യും ഇവിടെ റൂട്ട് കളയാൻ വേണ്ടി. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാണ് കേട്ടോ, രണ്ട് ഇക്വേഷനെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്നാവും. സോ അത് 1. അടുത്ത സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് പോവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്നാവും. അത് 4. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ഇത് രണ്ടും നോക്കിയാൽ നമുക്കറിയാം രണ്ട് സർക്കിൾസ് ആണ് വരുന്നത്. ഇപ്പം അതായത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 വരുന്ന സർക്കിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ അല്ലേ, ആ സർക്കിൾ ഇവിടെ. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. സോ റേഡിയസ് 2 വരുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണിത്. സോ റേഡിയസ് 2 വരുന്ന ഒരു സർക്കിൾ ഞാൻ വരച്ചാൽ ഇങ്ങനെ വരും. സോ ഈ രണ്ട് സർക്കിൾസിന്റെ ഇടയ്ക്കുള്ള, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് ഇവിടെ സർഫസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താണ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഒറ്റ ഇക്വേഷനെ നമുക്ക് എന്താണ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് ഓർ വൈ ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നെഴുതാം. അതേപോലെ വൈക്ക് 0 എടുത്താൽ എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടും. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ അങ്ങനെ എക്സിന്റെ വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടും. എന്നാൽ ഇവിടെ ഈ സർക്കിൾ അല്ല ഈ റീജിയൻ, ഈ രണ്ട് സർക്കിളിന്റെ ഇടയ്ക്കുള്ള പോർഷൻ ആണ്. സോ രണ്ട് ഇക്വേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എക്സിലും വൈയിലും മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സിലും വൈയിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, കാരണം ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും കൂടി സോൾവ് ചെയ്തെടുക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുന്നതായിരിക്കും എളുപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ എന്ത് ചെയ്താൽ മതി? പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, അത് ആറിലേക്കും തീറ്റയിലേക്കും മാറും. സോ നമുക്ക് അവിടുന്ന് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഇത് രണ്ടും സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ. സോ അതുകൊണ്ട് തന്നെ സർക്കിളിന്റെ പോളാർ ഫോം എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കും. നെക്സ്റ്റ് ഇനി നമുക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ, സർക്കിൾ ആയതുകൊണ്ട് തന്നെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ തീറ്റ എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുക? തീറ്റ വേരീസ് ഫ്രം 0 to 2π നമുക്ക് കിട്ടും. ഹിയർ തീറ്റ വേരീസ് ഫ്രം 0 to 2π. ഇനി ഈ റീജിയനെ ഞാനിവിടെ ആനുലസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ രണ്ട് സർക്കിളിന്റെ ഇടയ്ക്ക് വരുന്ന റീജിയനാണ് നമ്മൾ ആനുലസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ വേർഡ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആറിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. തീറ്റയുടെ ലിമിറ്റ്സ് കിട്ടി, ആറിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ സെഡ് ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 2 നിന്ന് കിട്ടും. കാരണം എന്താണ്? സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളതാണ്. സെഡ് ഈസ് ഈക്വൽ ടു, പ്രോബ്ലത്തിന് ആദ്യം തന്നിട്ടുണ്ട് കോണ്ട ഇക്വേഷൻ, സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മളിവിടെ എക്സിന് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ കൊടുത്താൽ എന്ത് വരും? ആർ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സോ ആർ സ്ക്വയർ കോമൺ എടുക്കുക, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും. സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. സോ സെഡ് എന്ന് പറയുന്ന ആറാന്ന് കിട്ടി. സെഡ് വേരീസ് ഫ്രം 1 to 2 നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറിന്റെ വേരിയേഷൻ എന്താണ്? അത് തന്നെയാണ്. സോ ആർ ഇസ് ഈക്വൽ ടു സെഡ് വേരീസ് ഫ്രം 1 to 2. സോ അതുകൊണ്ട് തീറ്റയുടെ വേരിയേഷൻ 0 to 2π, ആറിന്റെ വേരിയേഷൻ 1 to 2. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോഴേ എഴുതണം എന്നില്ല, കാരണം നമ്മൾ ഇവിടെ ചിന്തിച്ചപ്പോൾ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടുന്നില്ല. സോ ഇന്റഗ്രലിനെ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടി വരും? ആറിലേക്കും തീറ്റയിലേക്കും പോളാർ ഫോമിലേക്ക് മാറ്റേണ്ടി വരും. സോ അത് ഞാനിവിടെ ഓൾറെഡി ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ മാറ്റാം? ഫോമിൽ എഴുതുക, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ വൈയും സെഡിനെയും എന്താണ് നമ്മളിവിടെ സെഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു എഴുതിയത്? സെഡ് ഈസ് ഈക്വൽ ടു ഇവിടെയും എന്താണ്? ജി ഓഫ് എക്സ് വൈ. സോ ഇന്റഗ്രലിനെ എന്തിലേക്ക് മാറ്റണം? വൈയുടെയും എക്സിന്റെയും വൈയുടെയും ടേംസിലേക്ക്. സോ വൈ സ്ക്വയർ, സോ സെഡ് സ്ക്വയറിനെ മാറ്റണം എക്സിന്റെയും വൈയുടെയും ടേംസിലേക്ക്. സെഡ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. സോ സെഡ് സ്ക്വയറിനെ മാറ്റി എനിക്ക് എന്ത് കൊടുക്കാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാവും. മനസ്സിലായോ? അതായത് സെഡ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നിട്ടുണ്ട്. സോ സെഡ് സ്ക്വയർ എടുത്താൽ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഇന്റഗ്രൽ എക്സിന്റെയും വൈയുടെയും ടേംസിലേക്കാവും മൊത്തം. സോ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഇനി റൂട്ട് ഓഫ് എന്ത് കൊടുക്കണം? ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. ഇനി ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 എന്നാവും. സോ റൂട്ട് ഓഫ് 1 പ്ലസ് 1 അത് റൂട്ട് 2 എന്നാവും. റൂട്ട് കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കുന്നത്. ബാക്കി ഇപ്പുറത്തൊരു വ്യത്യാസം ഇല്ല കേട്ടോ. സോ റൂട്ട് 2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എന്നുള്ളത് ഡി എക്സ് ഡി വൈ, എക്സും വൈ ആണ് വേരിയബിൾസ്. ഇനി ഇവിടം വരെ വന്നിട്ടാണ് ശരിക്കും പോളാർ ഫോമിന്റെ കാര്യം നമ്മൾ ആലോചിക്കുന്നത്. എക്സിന്റെ വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
കാരണം റീജിയൻ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ആനുലസ് ആണ് x² + y² = 1ന്റെയും ഇതിന്റെ ഇടയ്ക്ക്. സോ ഞാൻ പോളാർ കോർഡിനേറ്റ്സ് അന്നേരം നിങ്ങൾ എഴുതിയാലും മതി, പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുന്നു. പക്ഷെ ഇവിടെ വെച്ച് തന്നെ എനിക്കറിയായിരുന്നു എക്സിന്റെ വൈയുടെ ടേംസിൽ ഇന്റഗ്രൽ ആയ അതിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറ്റി കൊടുത്തത്. സോ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എക്സിന്റെയും വൈയുടെയും കിട്ടുന്നില്ല. സോ പോളാർ ഫോമിലേക്ക് മാറ്റുന്നു. സോ പുട്ട് x = r cos θ, y = r sin θ. തീറ്റയുടെ വേരിയേഷൻ എന്താണ്? രണ്ടും സർക്കിൾ അല്ലേ. സോ അതുകൊണ്ട് തന്നെ തീറ്റ വേരീസ് ഫ്രം 0 to 2π. ആറിന്റെ വേരിയേഷൻ നമുക്ക് കിട്ടിയത് ഞാൻ ഓൾറെഡി ചെയ്ത് കാണിച്ചു. r വേരീസ് ഫ്രം 1 to 2 എന്ന് കിട്ടും. ഇനി പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുമ്പോൾ dx dy എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നത്? r dr dθ. ഇത് മറന്നു പോകരുത്, ഇത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഇന്റഗ്രൽ തെറ്റി. സോ dx dy എന്ന് പറയുന്നതിന് എന്ത് കൊടുക്കണം? r dr dθ. സോ അടുത്ത സ്റ്റെപ്പിൽ മാറ്റുന്നു. √2 ഇൻറ്റു തീറ്റ വേരീസ് ഫ്രം 0 to 2π, r വേരീസ് ഫ്രം 1 to 2. y² എന്താവും? r² sin² θ. x² + y² r² cos x ന് r cos θ, y ക്ക് r sin θ കൊടുക്കുന്നു. ഇവിടെ r² കോമൺ എടുക്കാം. cos² θ + sin² θ 1 ആവും. സോ r³ ഇൻറ്റു r² r⁵ sin² θ എന്ന് വരും. ഓക്കെ, ആദ്യം dr ആണ്. സോ r⁵ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം sin² θ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? 1 - cos 2θ/2. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് എളുപ്പമാണ് ഇന്റഗ്രൽ. എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത് 21π/√2. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞത്രയും ക്ലിയർ ആണോ? അതോ എവിടെയെങ്കിലും പറയാനുണ്ടോ? ഈ ഇന്റഗ്രൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലാണ്ട് ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എടുക്കുന്നതോ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യുന്നതോ? ഓക്കെ, ഞാൻ ശരിക്കും ചോദിച്ചോട്ടെ, ഇത് മനസ്സിലായിട്ട് പറയുന്നതാണോ അതോ ജസ്റ്റ് അങ്ങ് പറയുന്നതാണോ? ഓക്കെ, കാരണം ഈ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ശരിക്കും ഒരു 1 man ഷോ പോലെ ഇരിക്കും. എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ 1 മണിക്കൂറും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. സോ അതല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഒരു 2 ചെറിയ കാര്യം കൂടി ഉള്ളൂ ഇതിനകത്ത്, നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. സോ സർഫസ് ഏരിയ ആസ് എ സർഫസ് ഇന്റഗ്രൽ. നമ്മൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. ഡബിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ അതിനകത്ത് സർഫസ് ഇന്റഗ്രലിന്റെ ഫോമിലൊക്കെ കണ്ടിട്ടുണ്ട്. സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ആണ് വരുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഡി എ ആയിരുന്നു അവിടെ വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളിവിടെ സർഫസ് ഏരിയ, സർഫസ് ഇന്റഗ്രൽ അല്ല, സോറി, സർഫസ് ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സർഫസ് ഏരിയ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ സർഫസ് ഏരിയ ഇവാലുവേറ്റ് ചെയ്തത്. സോ ഇവിടെ സർഫസ് ഏരിയയെ, പക്ഷെ അവിടെ ജസ്റ്റ് ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെ സർഫസ് ഏരിയ കണ്ടുപിടിക്കും എന്നുള്ള ഫോമിലാണ് പറയുന്നത്. അതായത് പറയുന്ന ഐഡിയ ശ്രദ്ധിക്കുക. നമ്മൾ സർഫസ് ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാം. എന്നാൽ ആ സർഫസ് ഏരിയ ഒരു സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എന്താണ് വരുന്നത്? ds ആണ് വരുന്നത്. ഓക്കെ, ഒരു സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ വി ഹാവ് ദ ഫോർമുല. നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f of xyz ds is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of x of uv, y of uv, z of uv into norm of dou r by dou u cos dou r by dou v dA. സോ ഇവിടെ ഞാൻ ഈ ഫോമിലേക്കകത്ത് ഇപ്പൊ എഴുതി, ഈ ഫോമിലേക്കകത്ത് f of xyz 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ആ ഫംഗ്ഷൻ 1 ആണെന്ന് പറഞ്ഞെടുക്കുകയാണ്. സോ അപ്പൊ എന്താവും? സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ f of xyz 1 കൊടുക്കുന്നു. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ds is equal to, സോ ഈ ഫംഗ്ഷൻ 1 ആണെങ്കിൽ യുയിലേക്കും വിയിലേക്കും ഒക്കെ മാറ്റിയാലും എന്ത് തന്നെയാണ് ഈ ഫംഗ്ഷൻ? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ, 1 തന്നെയാണ്. സോ 1 ഇൻറ്റു എന്ത് വരും? നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതെന്താണ്? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ. ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, നോം എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ആ ലെങ്ത് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ ശരിക്കും എന്താണ് കിട്ടുന്നത്? ഒരു സർഫസ് ഏരിയ അല്ലേ കിട്ടുന്നത്. സിഗ്മ എന്ന് പറയുന്ന ഈ റീജിയന്റെ, ഈ സിഗ്മ എന്ന് പറയുന്ന ആ റീജിയന്റെ ആ സർഫസിന്റെ ഏരിയ ആണ് നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ ഡി എ ആണ് വരുന്നത്. സോ നമുക്ക് ഏത് റീജിയന്റെ ഏരിയ? ഈ ആറിന്റെ ഏരിയ അഥവാ സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ ഏരിയ ആണ് കിട്ടുന്നത്. സോ വേർ ദി ഇന്റഗ്രൽ ഓൺ ദ റൈറ്റ് സൈഡ് റെപ്രസെന്റ്സ് ദ സർഫസ് ഏരിയ ഓഫ് സിഗ്മ. ഓക്കെ, ആർ എന്ന് പറയുന്ന റീജിയൻ എന്താണ്? സിഗ്മ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ആണ്. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടി? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ് തരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇന്റഗ്രൽ നമ്മൾ നോക്കിയാൽ എന്താണ്? സോ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നത് എന്താണ്? സർഫസ് ഇന്റഗ്രൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം?
സർഫസ് ഏരിയ ഈ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രലിന്റെ ടേംസിലേക്ക് ആയില്ലേ. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി എ വരുന്ന ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ് തരുന്നത്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രൽ എന്താണ്, ഒരു സർഫസ് ഇന്റഗ്രൽ ആണ്. അതായത് ഇപ്പൊ നമ്മൾ സർഫസ് ഏരിയ എന്തിന്റെ ടേംസിൽ എഴുതി, സർഫസ് ഇന്റഗ്രലിന്റെ ടേംസിൽ എഴുതി. സോ അതാണ് കൺക്ലൂഡ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. Thus, if sigma is a smooth parametric surface in 3 space, sigma എന്ന് പറയുന്നൊരു smooth parametric surface, then its surface area S can be expressed as S is equal to, എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡി എസ്. സോ ഇതാണ് എസിനെ സർഫസ് ഏരിയ നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തത്. ഇനി ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈക്വൽ ടു ഇട്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി. ഓക്കെ, സോ ഇതിന്റെ പ്രോബ്ലം ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒരു മാർക്കിനോ ഒക്കെ ഫസ്റ്റ് നമുക്ക് ചോദിക്കാവുന്നതാണ്. എക്സ്പ്രസ് സർഫസ് ഏരിയ ഇൻ ടേംസ് ഓഫ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയും. ഇനി അടുത്തൊരു സ്മോൾ പോർഷൻ കൂടി ഉള്ളൂ, ഒരു മാസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് സർഫസ് ഇന്റഗ്രൽ വെച്ചിട്ട്. ഇത് ജസ്റ്റ് ആ കൺസെപ്റ്റ് ഫോർമുലയും പറയുന്നു, ഒരു പ്രോബ്ലം. നമുക്ക് അതും കൂടെ നോക്കാം. മാസ് ഓഫ് എ കർവ്ഡ് ലാമിന ആസ് എ സർഫസ് ഇന്റഗ്രൽ. അതായത് ഒരു കർവ്ഡ് ലാമിനയുടെ അതെന്താന്ന് ഞാൻ പറയാം, ലാമിന എന്താണ്, കർവ്ഡ് ലാമിന എന്താണെന്ന് താഴത്ത് പറയാം. അതിന്റെ മാസ് നമുക്കൊരു സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ ആ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ലാമിന എന്താന്നൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്, അതൊന്നും വേണ്ട, ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ എ ലാമിന ഈസ് എ ഫ്ലാറ്റ് ഒബ്ജക്ട് ദാറ്റ് ഈസ് തിൻ ഇനഫ് ടു ബി വ്യൂഡ് ആസ് എ സർഫസ് ഇൻ 3 സ്പേസ്. അതായത് ലാമിന എന്ന് പറഞ്ഞാൽ ഒരു 3 സ്പേസിൽ XYZ കോർഡിനേറ്റ്സ് 3 സ്പേസിലെ ഒരു ഒബ്ജക്റ്റ് ആണ്. അതായത് അതിനെന്താണ്, വോള്യം കൂടി ഉണ്ട്. ആലോചിക്കണം, സ്പിയറിന് എന്താണ്, വോള്യം ഉള്ള ഒരു ഫിഗർ അല്ലേ, അതേപോലെ വോള്യം കൂടെ ഉള്ള ഒരു ഫിഗർ ആണ് ലാമിന. എന്നാൽ അതിന് കണ്ടാൽ, ആ ഒബ്ജക്റ്റ് കണ്ടാൽ അത് വളരെ ഫ്ലാറ്റ് ആണ്, കൂടാതെ അത് തിന്നുമാണ്, അതിന്റെ ആ പോർഷൻ തിന്നാണ്, വളരെ തിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ 3 സ്പേസിൽ നോക്കുമ്പോൾ നമുക്കൊരു സർഫസ് പോലെ തോന്നുള്ളത്. ഈവൻ അതൊരു വോള്യം കൂടെ ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മളത് 3 സ്പേസിൽ, അത് വളരെ തിന്നും ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ 3 സ്പേസിൽ നോക്കുമ്പോൾ ഒരു സർഫസ് പോലെ തോന്നും. അതിന് വോള്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നത്തില്ല, മനസ്സിലായോ? സോ ഒരു 3 സ്പേസിൽ ഒരു സർഫസ് പോലെ തോന്നിക്കുന്ന ഒരു ഫിഗർ ആണ് ഈ ലാമിന എന്ന് പറയുന്നത്. അതിന്റെ കാരണം അത് ഫ്ലാറ്റും ആണ്, വളരെ തിന്നുമാണ്. അതായത് ഒരു ഷീറ്റ് പോലെ, ഒരു പ്ലേറ്റ് പോലെയോ ഷീറ്റ് പോലെയോ ഒക്കെ നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, ഇനി എ കേർവ്ഡ് ലാമിന എന്താന്ന് പറയാൻ പോവാണ്. എ കേർവ്ഡ് ലാമിന എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാമിന കർവ് ചെയ്തിരിക്കുന്ന ഫിഗർ, അത്രേ ഉള്ളൂ. എ കേർവ്ഡ് ലാമിന മേ ലുക്ക് ലൈക്ക് എ ബെൻഡ് പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ് ബെൻഡ് ചെയ്ത് വെച്ച പോലെ തോന്നും കേർവ്ഡ് ലാമിന കണ്ട. ഓർ ഇറ്റ് മേ എൻക്ലോസ് എ റീജിയൻ ഇൻ 3 സ്പേസ് ലൈക്ക് ദ ഷെൽ ഓഫ് ആൻ എഗ്. അല്ലെങ്കിൽ ഒരു എഗ്ഗിന്റെ ഷെല്ല് പോലെ അത്രയും തിന്നാണ്, ഫ്ലാറ്റ് ആണ് ആ ഒബ്ജക്റ്റ് എന്ന് സൂചിപ്പിക്കാനാണ് ആ എഗ്ഗുമായിട്ടുള്ള ഒരു കമ്പാരിസൺ കൊടുത്തത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മാസ് ഓഫ് എ ലാമിന എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുന്ന ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. സോ ദ മാസ് ഓഫ് ദ ലാമിന ഈസ് ഗിവൺ ബൈ ദ സർഫസ് ഇന്റഗ്രൽ എം ഈസ് ഈക്വൽ ടു, മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. നമ്മൾ നേരത്തെ കണ്ട ഡബിൾ ഇന്റഗ്രൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ്, അതിന് പകരം ഇവിടെ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ആണെന്നേ ഉള്ളൂ. സോ എം ഈസ് ഈക്വൽ ടു ഇതാ ഫോർമുല, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. സോ ഇത് സർഫസ് ഇന്റഗ്രൽ ആണ്. Where delta of xyz എന്താന്ന് പറയുന്നുണ്ട്, where delta of xyz is the mass density function of the curved lamina sigma. So ആ curved ലാമിനയുടെ mass density function ആണ് ഈ ഡെൽറ്റ. ഓക്കെ, സോ അതും അറിഞ്ഞിരിക്കണം, കാരണം ക്വസ്റ്റിന് mass density function എന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ m is equal to double integral over sigma delta of xyz ds. ഇതാണ് mass of the curved lamina. Delta of xyz എന്ന് പറയുന്ന mass density function. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് നോക്കാം ഇത് വെച്ചിട്ടുള്ള. Suppose that a curved lamina sigma with constant density delta of xyz is equal to delta naught. So mass density function ആണ് delta of xyz, അതൊരു constant ആണ്. ആ constant value ഇവിടെ delta naught എന്ന് തന്നിട്ടുണ്ട്. Is the portion of the paraboloid z is equal to x square plus y square below the plane z equal to 1. Find the mass of the lamina. Okay. So നമുക്ക് mass of the lamina കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. സോ ഇവിടെ നമുക്ക് പിന്നെ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയാൽ നമുക്കറിയാം, യുയിലേക്കും വിയിലേക്കും ഒന്നും മാറ്റണ്ട, ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കേണ്ട. സെഡിനെ ഏത് രീതിയിലാണ് തന്നിരിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. സോ സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോർമുലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജി ഓഫ് എക്സ് വൈ എന്താണ് ഇവിടെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമ്മൾ രണ്ടാമത് കണ്ട സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വരുമ്പോൾ ആ ഡോ ഇസഡ് റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ആ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു 2x, ഡോ ഇസഡ് ബൈ ഡോ വൈ 2y. ഇനി ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ നോട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് എന്താണ് ഇവിടെ, ജി ഓഫ് എക്സ് വൈ.
സോ ജി ഓഫ് എക്സ് വൈ ആ ഫംഗ്ഷൻ എന്ത് തന്നെ വരും? കോൺസ്റ്റന്റ് അല്ലേ, വ്യത്യാസമൊന്നും ഇല്ലല്ലോ, ഡെൽറ്റ നോട്ട് തന്നെ വരും. ഇനി ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ശ്രദ്ധിക്കുക, എഴുതിയത് ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? എക്സിലേക്കും വൈയിലേക്കും ആയി നമ്മുടെ ഇപ്പൊ മൊത്തം ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് സെഡ് ഈക്വൽ ടു 1 എന്നും തന്നിട്ടുണ്ട്. ഇത് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ടാണ് പറഞ്ഞത് ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ റീജിയൻ എക്സിലും വൈയിലും ഉള്ളത്. സോ എം കണ്ടുപിടിക്കാൻ ഫോർമുല കൊടുക്കുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. സോ എന്ത് കൊടുക്കണം? ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡിനെ ജി ഓഫ് എക്സ് വൈ എന്ന് എഴുതിയിട്ടുണ്ട്. റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡ് ഡെൽറ്റ നോട്ടും തന്നിട്ടുണ്ട്, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഓഫ് എക്സ് വൈ സെഡിന് ജി ഓഫ് എക്സ് വൈ കൊടുത്താൽ ഇതെന്താണ്, ഇവിടെ എക്സ് വൈയും സെഡും ഒന്നും ഇല്ലല്ലോ, സോ ഇതും ഡെൽറ്റ നോട്ട് തന്നെ വരും. സോ ഡെൽറ്റ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് 2x ഡോ സെഡ് ബൈ ഡോ വൈ 2y. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതെന്താവും? ഡെൽറ്റ നോട്ട് കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുക്കുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ റൂട്ട് ഓഫ് 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി. ഇനി ഇവിടെ നമുക്ക് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. നമ്മുടെ റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എക്സിന്റെയും വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അന്നേരം വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ പ്ലസ് ഓർ മൈനസ് 1. സോ ഇവാലുവേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അത് വെച്ച് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ക്വസ്റ്റ്യൻസ്, അത് ലെങ്തി ആയിട്ട് വരും. സോ എന്താണ്, പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ പോളാർ ഫോമിലേക്ക് മാറ്റിയാൽ മതി. സോ ഞാൻ ഈ ഇന്റഗ്രലിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? പുട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താവും? ആർ ഡി തീറ്റ. അത് നോട്ട് ചെയ്യുക, ഡി എക്സ് ഡി വൈ ആർ ഡി തീറ്റ. ഇനി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. തീറ്റ നമുക്കറിയാം സർക്കിൾ ആയതുകൊണ്ട് തന്നെ വേരീസ് ഫ്രം 0 to 2π ആണ്. ആറിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷനും വേണം. സോ ക്യാപിറ്റൽ ആർ ഇസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ സർക്കിൾ ഏതായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്നല്ലേ സർക്കിൾ വന്നിരിക്കുന്നത്. സോ റേഡിയസ് എന്താണ്? 1 അല്ലേ വന്നിരിക്കുന്നത്. സോ ആറിന്റെ വേരിയേഷൻ എന്ത് വരും? 0 മുതൽ 1 വരെ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. തീറ്റ വേരീസ് ഫ്രം 0 to 2π. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ. ഇവിടെ ഡി എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആ. സോ അതിന് പകരം ഡി എക്ക് പകരം എന്ത് കൊടുക്കണം? ആർ ഡി തീറ്റ. സോ ഡെൽറ്റ നോട്ട് ഇൻറ്റു തീറ്റ വേരീസ് ഫ്രം 0 to 2π, ആർ വേരീസ് ഫ്രം 0 to 1, റൂട്ട് ഓഫ് 4 ഇൻറ്റു എക്സിന് ആർ കോസ് തീറ്റ, സോ വൈക്ക് ആർ സൈൻ തീറ്റ. സോ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1. ഇത് ഡി എക്ക് പകരം ഡി എക്സ് ഡി വൈ ആണ്. സോ ആർ ഡി തീറ്റ കൊടുക്കുന്നു. ഇവിടെ ആർ സ്ക്വയർ കോമൺ എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വരും. സോ ഇത് ഇങ്ങനെ വരും, റൂട്ട് ഓഫ് 4 ആർ സ്ക്വയർ പ്ലസ് 1. ഇനി റൂട്ടിന് പുറത്ത് ഒരു ആറും കിടപ്പുണ്ട്. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ 4 ആർ സ്ക്വയർ പ്ലസ് 1ന് ടി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് എന്താവും? 4 ഇൻറ്റു 2 ആർ ഡി ആർ ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. അതിൽ നീ ആർ ഡി ആർ കണ്ടുപിടിക്കുക, ഡി ടി ബൈ 8. ഇനി ടിയിലേക്ക് മാറ്റുമ്പോൾ ലിമിറ്റ്സും മാറ്റണം. സോ ആർ ഈക്വൽ ടു 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? 4 ആർ സ്ക്വയർ പ്ലസ് 1 ആണ്. സോ 4 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 1 അത് 1 വരും. അതേപോലെ ആർ 1 ആകുമ്പോൾ ടിയുടെ വാല്യൂ 5 എന്നും കിട്ടും. സോ മൊത്തം m is equal to delta naught theta varies from 0 to 2π, t varies from 1 to 5. ഇതെന്താണ്? ടി എന്നല്ലേ കൊടുത്തത്. സോ റൂട്ട് ടി ഇൻ ആർ ഡി ആർ ഡി ടി ബൈ 8 ഡി തീറ്റ. സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് വളരെ എളുപ്പമാണ്, ഇന്റഗ്രേഷന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടും? ഡെൽറ്റ നോട്ട് പൈ ബൈ 6 ഇൻറ്റു 5 റൂട്ട് 5 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് എന്തെങ്കിലും സംശയം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ.